തിരുവനന്തപുരം പൊഴിയൂരിൽ കടൽക്ഷോഭം, വീടുകൾ തകർന്നു, തീരദേശവാസികൾ ആശങ്കയിൽ. വിവരങ്ങളുമായി പ്രദീപ് പാറശാല ചേരുന്നുണ്ട്. പ്രദീപ്, ഇപ്പോഴും കനത്ത മഴ തുടരുകയാണോ? എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്? അതിന് കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ഇത്തരത്തിൽ പൊഴിയൂർ പരുത്തൂർ പ്രദേശങ്ങളിൽ കടലാക്രമണം ഉണ്ടായത്. പൊഴിയൂർ പരുത്തൂർ ഭാഗത്താണ് ശക്തമായ ഒരു കടലാക്രമണം ഉണ്ടായിരിക്കുന്നത്. നിരവധി വീടുകൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. പൂർണ്ണമായും തകർന്ന വീടുകൾ വരെ ഇതിനിടയിൽ ഉണ്ട് എന്നുള്ളതാണ് വളരെയധികം ആശങ്കപ്പെടുത്തുന്നത്. കാരണം കഴിഞ്ഞ ദിവസം രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ ശക്തമായ തിരമാലയും കാറ്റും കടലാക്രമണം മൊത്തത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഈ സമയത്ത് അവരെ തുടർന്ന് അവരുടെ ബന്ധുക്കളുടെ വീട്ടിൽ ആശ്രയം തേടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിന് പുറമേ പറയാനുള്ളത് തന്നെ വീടുകളിൽ മേൽക്കൂരകൾ, ശക്തമായ കാറ്റുകളിൽ ഇത്തരത്തിൽ മേൽക്കൂരകൾ പൂർണ്ണമായും പോയിട്ടുണ്ട്, പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇവര് ആ സമയത്ത് ഇന്നലെ രാത്രി 11:30 ഇത്തരത്തിൽ കടലാക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിലും നിലവിൽ ഇവരുടെ സമീപത്ത് സുരക്ഷിതമായ താവളങ്ങളിലേക്ക് എത്തിക്കാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വേണ്ട പരിഗണന ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു ആശങ്ക കൂടി ഈ തീരദേശവാസികൾ പറയുന്നുണ്ട്. അവരെ സുരക്ഷിതമായ ക്യാമ്പുകളിലേക്ക് മാറ്റുവാനോ അതിനുവേണ്ട നടപടികൾ ഇന്ന് രാവിലെയും ഉണ്ടായിട്ടില്ല. നിലവിൽ ഇപ്പോഴും വലിയ തരത്തിലുള്ള ശക്തമായ കടലാക്രമണം തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലും അവർക്ക് വേണ്ട സുരക്ഷിതങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു അവരുടെ ആശങ്കയാണ് നമ്മളോട് പറയുന്നത്. ആതിര. ശരി പ്രദീപ്, തിരുവനന്തപുരം പൊഴിയൂരിൽ കടൽക്ഷോഭം, വീടുകൾ തകർന്നു, തീരദേശവാസികൾ ആശങ്കയിൽ. ആലപ്പുഴ തലവടിയിൽ ശക്തമായ മഴയിലും